സിനിമയിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് വെക്കണമായിരുന്നു എന്നുള്ളത്. ഈവൻ ചാക്കോച്ചനെയൊക്കെ പോലെ ചാക്കോച്ചനൊക്കെ ആയിട്ടുള്ള കോണ്ടാക്ട് അങ്ങ് വിട്ടുപോയി ഞാൻ മെൽബണിൽ പോയി കഴിഞ്ഞപ്പോൾ. അപ്പം അതുവരെ നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൊരു റിഗ്രറ്റ്. ചാക്കോച്ചൻ കാണുകയാണെങ്കിൽ എനിക്കറിയില്ല. 25 വർഷത്തിന് ശേഷം ചാക്കോച്ചനോട് എന്താ പറയാനുള്ളത്? ചാക്കോച്ചനുമായിട്ട് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ചാക്കോച്ചൻ മെൽബണിൽ വന്നിട്ട് പോലും ഞാൻ പോയി കണ്ടില്ല. അത് വേറെ കാര്യം. കഴിഞ്ഞ വർഷം പുള്ളി മെൽബണിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോയി കാണാനും പരിപാടിക്ക് പോകാനും ഒന്നും പറ്റിയില്ല. ഞാൻ 26 വർഷം മുമ്പ് തന്നെയാണ് ആക്ച്വലി ലാസ്റ്റ് കണ്ടത്. 26 അല്ല, കുറച്ച് 25 ആയിരിക്കും. ചാക്കോച്ചൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് കണ്ടത്. അത് എൻ്റെ കല്യാണത്തിന്, അയ്യോ സോറി, എൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് കണ്ടത്. എൻ്റെ കല്യാണത്തിന് വന്നിരുന്നു. അപ്പം അതിനാണ് ലാസ്റ്റ്. അപ്പോൾ അതിനെങ്ങനെ കോണ്ടാക്ട് ചെയ്ത്? അപ്പം നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഞാൻ മെൽബണിൽ പോണതിന് മുമ്പ് വരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അവിടെ പോയി നല്ലൊരു ജോലിയുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിൽ കൂടി സിനിമയിൽ കിട്ടുന്ന ഒരു ഫെയിമും അതിൽ കിട്ടുന്ന ഒരു പൈസക്ക് എത്രയോ വലുതല്ലേ? ഇപ്പം നല്ലൊരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിലായി കഴിഞ്ഞാൽ, ഒരു മുൻനിര താരമായി കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ. അത് മുൻനിര താരമായാലല്ലേ എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ സിനിമയിലത്തെ ഒരു സംഗതി. അതാണ് ഹിറ്റായ ഹിറ്റായി, ഫ്ലോപ്പായ ഫ്ലോപ്പാണ്. അല്ല, അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കും. ചിലപ്പോൾ ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം കാണില്ലായിരിക്കും എന്നുവെച്ചാൽ എല്ലാവരും മിക്കവരും എന്നെ ആനി ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ദീപ ചേച്ചി എന്നല്ല വിളിക്കുന്നത്. എന്നുവെച്ചാൽ 90s കിഡ്സിൻ്റെ അവർ പറയണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫീലാണ് പ്രിയം എന്ന് പറയുന്ന മൂവി. നിങ്ങൾക്കൊക്കെ അതായിരിക്കും, നിങ്ങൾക്ക് കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ അവൻ ജനിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇനി ഞാൻ വേറെ കുറേ സിനിമയും ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം രക്ഷ പൊട്ടിപ്പോയെന്ന് വെച്ചോ, അപ്പോൾ ഉള്ള പ്രിയത്തിന് ഇപ്പോൾ ഉള്ള ഇതുപോലും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിപ്പോൾ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും അഭിനയിക്കുന്ന എല്ലാ സിനിമയും വിജയിക്കണമെന്നില്ലല്ലോ. പക്ഷേ നായികമാർക്ക് കുറച്ച് പ്രയാസമാണ് കേട്ടോ, കുറച്ചുകൂടെ പാടാണ്. കുറേയൊക്കെ ഇപ്പോൾ ഫ്ലോപ്പായി പോവുകയാണെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കുറച്ചുകൂടി പാടാണ്. എന്താണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ റിഗ്രറ്റ്സ് ഇല്ല എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈഫാണ് മെൽബണിൽ. പിന്നെ നല്ല ഫാമിലി ലൈഫുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഹാപ്പിയാണ്. മക്കളെന്താ ചെയ്യുന്നത്? മക്കള് മൂത്ത ആള് കോളേജിലാണ്. ആള് 20 വയസ്സായി. ഇപ്പം 20 വയസ്സായി മൂത്ത ആൾക്ക്. അതെ, 20 വയസ്സായി. പക്ഷെ ഇളയ ഒരു കുഞ്ഞാളും കൂടി ഉണ്ട്. മൂത്ത ആള് സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെന്റിസ്ട്രി ചെയ്യാനായിട്ട്. ഇളയാള് ചെറുതാണ്, ആള് 3ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിനാണോ പഠിക്കുന്നത്? അവർക്ക് ഈ സിനിമയൊക്കെ ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? സിനിമ കാണാൻ താല്പര്യമുണ്ട്, പക്ഷെ സിനിമയിൽ അഭിനയിക്കാനൊന്നും ആരും താല്പര്യം കാണിക്കുന്നില്ല. ചെറിയ ആള് ഭയങ്കര ഡാൻസാണ്. അത് അവിടുത്തെ വെസ്റ്റേൺ ഡാൻസും ഭരതനാട്യവും ഉണ്ട്, വെസ്റ്റേൺ ഡാൻസും ഉണ്ട്. എന്താണ്, 2 ആൺമക്കളാണോ? 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്. ഞാനോ ഒരു 10 തവണ അത്രയൊക്കെ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കുഞ്ഞുങ്ങളെ കാണിക്കാനായിട്ട് കൂടെ ഇരുന്ന് കാണും അവർക്ക്. അപ്പം ഈ സീൻ ബൈ സീൻ എപ്പോഴും കാണും. കുട്ടികളുമായിട്ടുള്ള സീൻസാണ് അവർക്ക് കാണുന്നത്. അവർക്ക് ബാക്കി കാണാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ബിറ്റ് ബൈ ബിറ്റായിട്ട് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഓരോ സീൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി പിള്ളേർ കാണിക്കുന്ന കുസൃതികളും അതുമെല്ലാം അങ്ങനത്തെ സീൻസ് ഒരു 100 പ്രാവശ്യമെങ്കിലും കണ്ടു കാണും. പക്ഷെ സിനിമ മുഴുവനായിട്ടിരുന്ന് കാണാൻ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു 10 പ്രാവശ്യമേ കണ്ടിട്ടുണ്ടാവും. അതിലെ കുട്ടിത്താരമായ മഞ്ജിമ മോഹന്റെ അച്ഛനാണ് ആ സിനിമയിലേക്ക് ചേച്ചിയെ സജസ്റ്റ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. കറക്റ്റാണ്. എന്നുവെച്ചാൽ വിപിൻ മോഹൻ അങ്കിളാണ് വീട്ടിൽ വന്നിട്ട് അത് എൻ്റെ ഒരു മുഖചിത്രം ഗൃഹലക്ഷ്മിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ പോലെ ആയിരുന്നു, ഒരു മിസ് ഫോട്ടോജനിക് എന്നോ അങ്ങനെ എന്തോ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ജഡ്ജസും വിപിൻ മോഹൻ അങ്കിളായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്, താല്പര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആദ്യം അച്ഛനും അമ്മയ്ക്കും അത്ര വലിയ ഇതില്ലെന്ന് വെച്ചാൽ നമുക്ക് സിനിമയായിട്ട് ആ സമയത്ത് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു.
അപ്പോൾ പിന്നെ അവർ വിളിച്ചത് കൊണ്ട് മാത്രമാണ് സ്ക്രീൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പോയത്. അന്നത്തെ കാലത്ത് DVD ആയിരുന്നല്ലോ കൂടുതൽ. പ്രിയത്തിന്റെ DVD നിലവിൽ കയ്യിൽ അന്ന് DVD അല്ല, എനിക്കൊന്ന് VCD ആണ്. അന്ന് പ്രിയത്തിന്റെ VCD എൻ്റെ കയ്യിലുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് DVDക്കും ഒക്കെ മുമ്പാണ്. എത്ര വർഷം പഴക്കമുള്ള VCD നിലവിൽ കയ്യിലുള്ളത്? 26 വർഷം പഴക്കമുള്ള സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. VCD പ്ലേ ചെയ്യാറില്ല. ഇപ്പൊ യൂട്യൂബിലാണ് കാണുന്നത്. യൂട്യൂബിൽ പ്രിയമുണ്ട്. ഇപ്പൊ പുതുതായിട്ട് കഴിഞ്ഞ ദിവസം ആരോ എനിക്ക് ഒരു 4K HD വേർഷനും അയച്ചു തന്നു പ്രിയത്തിന്റെ. ഇപ്പൊ അത് ആരോ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ സന്തോഷമായി, ഇപ്പൊ നല്ല ക്ലാരിറ്റിയിൽ കാണാം. ഇപ്പൊ മക്കള് ഈ സിനിമ കണ്ടിട്ട് അമ്മടെ ഒരു ഇത് എന്താ എന്ത് പറഞ്ഞു? അവര് കൊച്ചായിരുന്നപ്പോ മലയാളം പറയും. കൊച്ചായിരുന്നപ്പോ ഭയങ്കര തമാശയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കുശുമ്പ് വരും. എന്നുവെച്ചാൽ ഞാൻ ഈ മറ്റേ കുട്ടികളുടെ കൂടെ 3 കുട്ടികളുടെ കൂടെ കളിക്കണ കാണുമ്പോൾ അത് രണ്ടുപേരും അതെ. മൂത്തയാള് ചെറുതായിരുന്നപ്പോഴും അതെ, ഇപ്പൊ ചെറിയ ആളും കുറച്ച്. ഇപ്പൊ പക്ഷെ അവർക്കറിയാം ഇത് ആക്ടിങ് ആണ്. മറ്റത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടമല്ല. അവർ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോ അമ്മ എന്താണ് അമ്മ വൈ ആർ യു പ്ലേയിങ് വിത്ത് ദോസ് കിഡ്സ് എന്നൊക്കെ പറഞ്ഞു വെച്ച്. പക്ഷെ അങ്ങനെ ഭയങ്കര കുശുമ്പായിരുന്നു രണ്ടുപേർക്കും അതെ. പക്ഷെ ഇപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ആൾക്ക് എസ്പെഷ്യലി കണ്ട് ചിരിയാണ്, ഭയങ്കര പൊട്ടിച്ചിരിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട് അമ്മ ഇനി അഭിനയിച്ചില്ല എന്നൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ചോദ്യമൊന്നും അവർ ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് അമ്മ ഇതിലെ സിനിമ അഭിനയിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് ഞങ്ങളുടെ അവിടെ ലൈഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അല്ലല്ലോ. അപ്പോൾ എന്താണ്, പക്ഷെ ആൾക്കാർ എന്നെ തിരിച്ചറിയുമ്പോഴും ഈവൻ മെൽബണിലും ഒക്കെ ആൾക്കാർ ഇതുപോലെ മലയാളികൾ തിരിച്ചറിയും. അപ്പോൾ തിരിച്ചറിയുമ്പോഴൊക്കെ അവർക്ക് ഇതാണ്, ഓ എൻ്റെ അമ്മ ഒരു സെലിബ്രിറ്റി ആണോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ചിന്തയാണ്. നേരെ തിരിച്ചാണ്. എത്ര കത്ത് കിട്ടിയിട്ടുണ്ടാവും പ്രിയ സിനിമ കഴിഞ്ഞ? അമ്മേ ആ സമയത്ത് അജു വിളിക്കുമായിരുന്നു. ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട്. അപ്പൊ ആ സമയത്ത് അജു ചെറുതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ മുംബൈയിൽ വെച്ച് കഴിഞ്ഞ വർഷം പുള്ളിയെ മുംബൈയിൽ വെച്ച് ഭയങ്കര ആകസ്മികമായിട്ട് കണ്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ ഹോട്ടലിൽ താമസിച്ചിരുന്നപ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാനും മോളും ഉണ്ടായിരുന്നു, അജു ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അജു ചോദിക്കുകയാണ്, ഇങ്ങനെ നോക്കിയിട്ട് ദീപ ചേച്ചിയല്ലേ, ഞാൻ ശ്രദ്ധിക്കണില്ല ഇത് ആരാണെന്ന്. അപ്പം ഞാൻ ചോദിക്കാൻ ഞാൻ അജുവോ, എൻ്റെ ദൈവമേ പുള്ളി എന്നെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും വലിയ സ്റ്റാറായിട്ട് നിൽക്കുന്ന പാർട്ടി എന്നെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല ഇതിനു മുമ്പ്. പിന്നെ പുള്ളി എന്ത് പറഞ്ഞു, എന്നിട്ട് മോളുടെ അടുത്ത് പറഞ്ഞു ഞാൻ അമ്മയുടെ ഭയങ്കര ഫാനായിരുന്നു എന്നൊക്കെ മോളുടെ അടുത്ത് പറയും. എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാമൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് പ്രിയം ഇറങ്ങിയ സമയത്ത് ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ഫാൻ മെയിലിൻ്റെ കളിയായിരുന്നു. അമ്മയും മോളും കൂടെ ഒന്ന് ഫാൻ മെയിൽ വായിക്കില്ല. എന്താണ് നമ്മൾ എന്നിട്ട് റിപ്ലൈ എന്നിട്ട് കുറെ ഫോട്ടോസിന്റെ കുറെ കോപ്പി എടുത്തൊക്കെ വെച്ച് എന്നിട്ട് മിക്കവരും ഫോട്ടോ ചോദിക്കുമായിരുന്നു. ആ കാലത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 ഫോട്ടോ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും കിട്ടാനൊരു വഴിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ ഫോട്ടോയുടെ കോപ്പി എടുത്ത് വെച്ചിട്ട് റിപ്ലൈ അയക്കുമ്പോൾ ആൾക്കാർക്ക് മറുപടി അയക്കുമ്പോൾ ഒരു ഫോട്ടോയും കൂടി അതിനകത്ത് വെച്ചിട്ടാണ് അയച്ചിരുന്നത്. അതൊക്കെ അന്തക്കാലം പണ്ടത്തെ. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ, പ്രണയവിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. അതെന്താ ഇത്രയും പ്രപ്പോസൽ വന്ന് ഇത്രയും ആളുകൾ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു അറേഞ്ച്? അത് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടണ്ടേ? ഇത് പക്ഷേ ഈ പ്രപ്പോസൽ വന്നിട്ട് പക്ഷെ ഞങ്ങളൊരു കുറേ കാലം സംസാരിച്ച് എന്നുവെച്ചാൽ പുള്ളി ആ സമയത്ത് അമേരിക്കയിലായിരുന്നു. അപ്പം കുറേ കാലം സംസാരിച്ച് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്താണ് ഞാൻ യെസ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളതല്ലാതെ പക്ഷെ അത് ഫാമിലി വഴി വന്ന പ്രപ്പോസലാണ്. അന്ന് ഈ പ്രണയവിവാഹത്തിനൊന്നും സമ്മതിക്കാത്തൊരു കാലമായതുകൊണ്ടാണോ അറേഞ്ച് വിവാഹം ചെയ്തത്, അതോ അങ്ങനെ ആരോടും പ്രണയം തോന്നിയിട്ടൊന്നുമില്ല കാലത്തൊന്നും? ആ കല്യാണം കഴിക്കത്തക്ക വിധം ആരടുത്തും അങ്ങനത്തെ തരം ഇഷ്ടമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. കുറച്ച് ബോറിംഗ് ആയിരുന്നു. ചാക്കോച്ചൻ എല്ലാവരുടെയും ക്രഷ് ആയിരുന്നു.
ആ. അപ്പൊ ചാക്കോച്ചനായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ചാക്കോച്ചനെ ആക്ച്വലി പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ചാക്കോച്ചനോടുള്ള ഇഷ്ടം കൂടിയത്. എന്താന്ന് വെച്ചാൽ ആദ്യം ഉണ്ട് ചാക്കോച്ചൻ ആ സമയത്ത് എന്താണ് നമ്മുടെ ചോക്ലേറ്റ് നായകൻ ആ ഒരു ഇതിൽ നിൽക്കാണ്, അങ്ങനെ നിൽക്കുന്ന സമയമാണ്. പക്ഷെ അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രിയം ചെയ്യുന്ന സമയത്തൊക്കെ ചാക്കോച്ചൻ ഭയങ്കര ഒരു പ്രോപ്പർ ജെന്റിൽമാൻ ആയിരുന്നു. അത് നമ്മുടെ അടുത്ത് പെരുമാറുന്നതിനേക്കാളും കൂടുതൽ ചാക്കോച്ചൻ എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് പെരുമാറണത് അങ്ങനത്തെ ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നൈസ്, ക്യാരക്ടർ വൈസ് വെരി വെരി നൈസ് പേഴ്സൺ ആണ്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ചാക്കോച്ചനോട് ഒരു സ്നേഹം തോന്നിത്തുടങ്ങിയത്. അത് ഈ പറഞ്ഞ പോലെ പ്രണയം പ്രേമമൊന്നും അല്ല, പക്ഷേ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പുതിയതായിട്ട് വന്നതാണ്. അപ്പം കംഫർട്ടബിൾ ആക്കാൻ പുള്ളി എന്തൊക്കെയാണ് പറയണത് ചെയ്യണത്, അപ്പം അതൊക്കെ വെച്ചിട്ട് എൻ്റെ ചാക്കോച്ചനോടുള്ള ഇഷ്ടം എനിക്ക് വളരെയധികം കൂടി. സിനിമയ്ക്ക് മുമ്പ് നമുക്ക് ഈ ആരാധന കാണുമല്ലോ, അതങ്ങനെ വലിയ ആരാധനയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുമൊക്കെ എനിക്ക് ചാക്കോച്ചനോടുള്ള ആരാധന അപ്പോഴാണ് കൂടിയത്. എനിക്ക് സ്നേഹപൂർവ്വത്തിനൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്രം വന്നിരുന്നു, ലാലേട്ടൻ്റെ വർണ്ണം വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു അല്ല ചക്രം, അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ കുറച്ച് പൃഥ്വിരാജായി. അത് ഇത് പക്ഷേ അത് ഈ ഓഫേഴ്സ് ഒന്നും പക്ഷെ ഉണ്ടല്ലോ, അത് നേരെ ഇപ്പം നമ്മുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും നേരിട്ട് വന്ന് ചോദിച്ചതല്ല. ഓരോ ആൾക്കാർ ജസ്റ്റ് ആ ക്രൂയിലുള്ള ആൾക്കാർ ജസ്റ്റ് വിളിച്ചു ചോദിക്കുന്നതാണ്. അപ്പം അതൊക്കെ ആ പ്രൊഡക്ഷനിലുള്ള, അപ്പം അത് വെരി ഇൻഫോർമൽ ഓഫേഴ്സ് ആയിരുന്നു ഒന്നാമത്. പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ വേറൊരു എന്താണ് സിനിമയുടെ പേരും മറന്നുപോയല്ലോ, ജയപ്രദ. പക്ഷെ അത് ജയപ്രദയുടെ കുട്ടിക്കാലത്തെ ഒരു റോള് ചെയ്യാനായിട്ട്. ആ സിനിമയുടെ പേര് ദേവദൂതനിൽ അതുപോലെ എന്താണ്. അപ്പം ഇങ്ങനെ പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ റോൾസ്, അങ്ങനത്തെ ഓഫേഴ്സ് വന്നിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതിനായിട്ട് പഠിത്തം കളയേണ്ട ആവശ്യമില്ല, പഠിത്തം കഴിയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫറൊന്നും വന്നില്ല. സത്യം ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനത്തെ വലിയ ആഗ്രഹമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് പുറത്തു പോയി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ മെൽബണിൽ പോയിട്ട് ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിൽ നിന്ന് മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് ഇപ്പോൾ നല്ല ജോലിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ റിഗ്രറ്റ്സ് ഒന്നും ഇല്ല.